പൊങ്ങുക വാനിലെ കാശൂനി മംഗള രക്തപാതകെ മേന്മേൽ മർദ്ദിത ലക്ഷത്തെ കോൾമായീർ കൊള്ളിക്കും മഞ്ഞൂള ചെമ്പനീർ പൂന്തോട്ടമേ. വർഷങ്ങളായി കരിവെള്ളൂർ രക്തസാക്ഷി ദിനാചരണ വേദിയിലും പാർട്ടി സമ്മേളന വേദികളിലും ചെങ്കൊടി വാനിലേക്ക് ഉയർത്തുമ്പോൾ ഉയർന്നു കേട്ടിരുന്ന പതാക ഗാനം മുഴങ്ങിയ കരുത്തുറ്റ ശബ്ദം ഓർമ്മയായി. CPM-ന്റെ മുതിർന്ന നേതാവായിരുന്ന AV കുഞ്ഞമ്പുവിൽ നിന്നാണ് പതാക ഗാനം ചൊല്ലാൻ താൻ പഠിച്ചതെന്ന് പാവൂർ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. 1962 പാവൂർ ലക്ഷ്മിയുടെയും കയ്യൂർ കേസിലെ 36-ാം പ്രതിയായിരുന്ന ഏലച്ചി കണ്ണന്റെയും മകനായാണ് പാവൂർ കുഞ്ഞിരാമൻ ജനിച്ചത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ ദേശീയ പ്രസ്ഥാനത്തോടും കർഷക പ്രസ്ഥാനത്തോടും ആഭിമുഖ്യം പ്രകടിപ്പിച്ച പാവൂർ 1934 ജനുവരി 14, 15 തീയതികളിൽ കൊടക്കാട് നടന്ന കർഷക സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ബാലസംഘം സമ്മേളനത്തിൽ പങ്കെടുത്തു. അന്ന് 13 വയസ്സുണ്ടായിരുന്ന പാവൂരിന്റെ പൊതുരംഗത്തേക്കുള്ള കടന്നുവരവിന്റെ തുടക്കമായിരുന്നു സമ്മേളനം. 1941 8-ാം ക്ലാസ് പാസ്സായെങ്കിലും അധ്യാപന വൃത്തിയിലേക്ക് പോകാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വഴി തെരഞ്ഞെടുത്തു ഇദ്ദേഹം. 1945 കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. പെരം വില്ലേജിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കർഷക പ്രസ്ഥാനവും കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു. ഐതിഹാസികമായ കരിവെള്ളൂർ സമരത്തെ തുടർന്നുണ്ടായ പോലീസ് വേട്ടയുടെ കാലത്ത് 8 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞു. 1948 നടന്ന ആലപ്പടമ്പ, ആലക്കോട്, കുറ്റൂർ, പ്രാപ്പോയിൽ, കൊഴുമൽ, വൈത്തിപ്പട്ടം നെല്ലെടുപ്പ് സമരങ്ങളിൽ പങ്കെടുത്തു. ആലപ്പടമ്പ നെല്ലെടുപ്പ് സമരത്തെ തുടർന്ന് 2 മാസം ഒളിവ് ജീവിതം നയിച്ചു. 6 മാസം കണ്ണൂർ സെൻട്രൽ ജയിലിലും സേലം ജയിലിലുമായി തടവ് ശിക്ഷ അനുഭവിച്ചു. 1958 മുതൽ 70 വരെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും CPM-ന്റെയും മണ്ഡലം കമ്മിറ്റിയിലും ദീർഘകാലം കരിവെള്ളൂർ ലോക്കൽ കമ്മിറ്റിയിലും അംഗമായി. കരിവെള്ളൂർ ലോക്കൽ സെക്രട്ടറി, പയ്യന്നൂർ ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ച പാവൂർ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പ്രസിഡന്റുമായും സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ പെരളം ലോക്കൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുകയായിരുന്നു. നാളെ നമ്മുടേതാണെന്നും സാമ്രാജ്യത്വത്തിനും അധിനിവേശത്തിനുമെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം തുടരുക തന്നെ വേണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പാവൂർ വിട പറയുന്നത്. ഭാവി നമ്മുടേതാണ്. തീർച്ചയായും യുവാക്കൾ ഈ രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ സാമ്രാജ്യത്വത്തിൻ്റെ ഇടപെടലിനെതിരായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. തീക്ഷ്ണമായ പോരാട്ടത്തിന്റെ ചരിത്രവീഥിയിലൂടെ കടന്നുവന്ന് പ്രായം തളർത്താത്ത പോരാട്ടവീര്യത്തോടെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി യുവതലമുറയ്ക്ക് ആശയും ആവേശവും പകർന്ന് പാവൂർ വിട പറയുമ്പോൾ CPM-ന് നഷ്ടമാകുന്നത് ഒരു തികഞ്ഞ കമ്മ്യൂണിസ്റ്റിനെ കൂടിയാണ്.